ഹലോ എവ്രി വൺ. എംഒഎച്ചിൻ്റെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വിസയൊക്കെ വന്ന് ഇങ്ങോട്ട് വരാനായിട്ടിരിക്കുന്ന ആളുകൾ ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ കുവൈറ്റിലേക്കൊക്കെ ജോലിക്ക് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ആകാംക്ഷ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എംഒഎച്ച് നേഴ്സസിൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി ടൈമിങ്ങിനെ കുറിച്ചൊക്കെ ഓൾറെഡി ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? വിസയൊക്കെ കിട്ടി നമ്മളിവിടെ കുവൈറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ എതിരേൽക്കുന്നത് എങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ വിചാരിക്കുന്നുണ്ടായിരിക്കും. ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കും കുവൈറ്റ് നിങ്ങൾ നാട്ടിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ വലിയ കെട്ടിടങ്ങളും എല്ലായിടത്തും വളരെ പോഷായിട്ടുള്ള ഏരിയാസ് അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് വരുന്ന ആളുകളുണ്ടായിരിക്കാം. ചില ആളുകൾ കുറച്ചൊക്കെ വീഡിയോസൊക്കെ കാണുന്നുള്ളതുകൊണ്ട് തന്നെ കുവൈറ്റിനെ കുറിച്ചുള്ള കുറച്ചൊരു ഐഡിയാസൊക്കെ ഉണ്ടായിരിക്കും. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളുണ്ട്. ചില ആളുകൾ വിചാരിച്ചതിനേക്കാളും താഴോട്ട് പോയിട്ടുണ്ട്, അവരുടെ എക്സ്പെക്റ്റേഷനിൽ നിന്ന് താഴോട്ട് പോയിട്ടുണ്ട് റിയൽ സിറ്റുവേഷൻ. ചില ആളുകൾ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ടുണ്ട്. എന്തായാലും എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ പോകുന്നത് കുവൈറ്റ് എംഒഎച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള അക്കോമഡേഷനിലേക്കായിരിക്കും. അതിപ്പോൾ ഹോസ്റ്റലായിക്കോട്ടെ എന്തായിക്കോട്ടെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുള്ള ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ കാണാൻ പറ്റും, നിങ്ങളുടെ കൂടെ വന്ന ആളുകളുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഏതാ എന്ന് വെച്ച് അതനുസരിച്ചുള്ള നിങ്ങൾക്ക് ആ ഹോസ്പിറ്റലിലേക്കുള്ള ഡ്യൂട്ടിക്ക് പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരും. പിന്നീട് നമ്മളുടെ ഡ്യൂട്ടി പിറ്റേ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ 1-2 ദിവസത്തെ മിനിസ്ട്രി ഫോർമാലിറ്റീസ് എന്തെങ്കിലുമൊക്കെ ശേഷം നമ്മൾ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുമ്പോൾ അതിന് ശേഷമുള്ള റുട്ടീനാണ് മെയിനായിട്ടും ഒരു എംഒഎച്ച് നേഴ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ആണ്. അതായത് നമ്മളുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് 7 o'clock to 2 o'clock ആണ് മോർണിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ ഡേയ്സിൽ സാധാരണ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് മോർണിംഗ് ഡ്യൂട്ടി മാത്രമാണ് ഇടാറുള്ളൂ. അപ്പോൾ മോർണിംഗ് ഡ്യൂട്ടി ഹോസ്റ്റലിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഹോട്ടൽ അക്കോമഡേഷനൊക്കെയാണ് തരുന്നതെങ്കിൽ നമ്മളുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് 7 o'clock ആണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് മിക്കവാറും നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് എന്നനുസരിച്ച് 6 മണിക്ക് ഇറങ്ങുന്ന ആളുകളുണ്ട്. 15 minutes ഡ്രൈവേ ഉള്ളൂ എങ്കിൽ പോലും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നമ്മളെ പല സ്ഥലങ്ങളിൽ പല ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്ത് പല ബിൽഡിങ്ങുകളിൽ നിന്നും നേഴ്സസിനൊക്കെ എടുത്ത്, അത് ഞാൻ പുറത്ത് താമസിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവരെല്ലാം കളക്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഈ 15 മിനിറ്റ് യാത്രയുള്ള വഴി ഏകദേശം 1 മണിക്കൂർ എടുക്കും നമ്മൾ ഹോസ്പിറ്റലിൽ എത്താനായിട്ട്. ഡിപ്പെൻസ്, ചിലപ്പോൾ 1 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ 45 minutes, അങ്ങനെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ വരാം. അപ്പോൾ നമ്മൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് നമ്മൾ എത്തുകയാണ്. മിക്കവാറും മിനിസ്ട്രി ഹോസ്പിറ്റൽസൊക്കെ ഒത്തിരി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഹോസ്പിറ്റലുകളും അതുപോലെ പഴയ ബിൽഡിങ്ങുകളൊക്കെ മാറ്റി പുതിയ പുതിയ ഹോസ്പിറ്റലുകളാണ് അവരിപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. പഴയ ബിൽഡിങ്ങുകൾ ഒത്തിരി വർഷങ്ങൾക്ക് മുൻപുള്ള ബിൽഡിങ്ങുകളും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും, നിങ്ങൾ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്ന് കയറുമ്പോൾ ഒരുപാട് അറബികളും അല്ലെങ്കിൽ അറബ് ആയിട്ടുള്ള നേഴ്സസും ഒക്കെയാണ് നിങ്ങളെ എതിരേൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ അവിടെ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കുന്നതെന്ന്. മിക്കവാറും ഹെഡ് നേഴ്സസൊക്കെ ആയിട്ടിരിക്കുന്ന ആളുകൾ അറബ് സ്റ്റാഫ്സ് ആയിരിക്കും. പക്ഷേ അല്ലാതെ തന്നെ നമ്മളുടെ കൊളീഗ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് കൂടുതലും മലയാളീസൊക്കെ തന്നെയായിരിക്കും. ഫിലിപ്പിനോസിൻ്റെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ പുതുതായിട്ട് അങ്ങനെ ഒരുപാട് ആളുകളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ മലയാളി നേഴ്സസാണ് നിങ്ങളുടെ കൊളീഗ്സ് ആയിട്ട് ഉണ്ടാകാനുള്ളത്. പിന്നെ ഈജിപ്ഷ്യൻ നേഴ്സസും പിന്നെ ജോർഡാനിയൻ, പാലസ്റ്റീൻ, അങ്ങനെ പിന്നെ പാകിസ്ഥാനി നേഴ്സസ്, അങ്ങനെയുള്ള എല്ലാവരും കൂടെ ചേർന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്. അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, ഏത് ഹോസ്പിറ്റലായിക്കോട്ടെ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് ആയിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാനുള്ളത്. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ SDU, അതായത് സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് യൂണിറ്റിൽ നിങ്ങളൊരു പക്ഷേ ആദ്യമായിട്ട് നിങ്ങൾക്ക് പോവുകയും നിങ്ങൾക്ക് അവിടുത്തെ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ചെറിയ ഓറിയൻറ്റേഷനും ഏത് ഹോസ്പിറ്റലിലാണോ നമ്മൾക്ക് അസൈൻമെൻറ്റ് അല്ലെങ്കിൽ നമ്മളുടെ പ്ലേസ്മെൻറ്റ് എന്നനുസരിച്ച് ആ ഹോസ്പിറ്റലിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെറുതായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കുകയും പിന്നെ നമ്മൾക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ പോവുകയൊക്കെ ചെയ്യും. ആദ്യം ചില പരിഭ്രമങ്ങളൊക്കെ തോന്നിയാലും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. എന്നാൽ നമുക്കറിയാം പല ആളുകൾ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, ഇനി ഒരേ രാജ്യത്ത് ഒരേ സംസ്ഥാനത്ത് നിന്ന് വന്ന ആളുകളാണെങ്കിൽ പോലും പല ആളുകളും പല രീതിയിലുള്ള ആളുകളാണ്.
അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷേ എങ്കിലും 90% ആളുകളും നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ചില ആളുകൾ പെട്ടെന്ന് തന്നെ പഠിച്ച് എടുക്കും, ചില ആളുകൾ അല്പം സമയമെടുക്കും. പക്ഷേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് എല്ലാം ഒബ്സർവ് ചെയ്ത് പഠിക്കാനുള്ളൊരു സമയം തന്നിരിക്കും. അതുകൊണ്ട് അതങ്ങനെയൊന്നും ഓർത്ത് ആരും ഭാരപ്പെടേണ്ട. ഏത് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഒരു പക്ഷേ എക്സ്പീരിയൻസ് കുറവാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല പരിചയമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അത് പഠിക്കാനൊക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നിരിക്കും. അതിനുശേഷം നിങ്ങൾ 7 o'clock വന്നു. ഒരു പഞ്ചിങ് ഉണ്ട്. ഇപ്പോൾ ഫേസ് പഞ്ച് ചില ഹോസ്പിറ്റലുകളിലുണ്ട്. ഇപ്പോൾ മിക്കവാറും ഹോസ്പിറ്റലിൽ സ്മാർട്ട് പഞ്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡിവൈസിൽ നിന്നാണ് നമ്മൾ പഞ്ചിങ് ചെയ്യുന്നത്. ചില ഹോസ്പിറ്റലിൽ ഇപ്പോഴും രണ്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ അറ്റൻഡൻസ് നമ്മൾ ഫിംഗർ അല്ലെങ്കിൽ ഫേസ് അല്ലെങ്കിൽ സ്മാർട്ട് അറ്റൻഡൻസ്. പിന്നെ അതിന് ശേഷം 2 o'clock ആകുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നും എൻഡോഴ്സ്മെൻറ്റ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അതിന് ശേഷം നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ നിൽക്കുക. നമ്മളെ കാത്ത് അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്കുള്ള അല്ലെങ്കിൽ പുറത്താണ് താമസിക്കുന്നതെങ്കിൽ അവരെ എടുക്കാനായിട്ട് ബസ് ഉണ്ടായിരിക്കും. നമ്മളുടെ കോസ്റ്റർ അല്ലെങ്കിൽ ചെറിയ ബസ്, മിനി വാൻ അങ്ങനത്തെ പോലുള്ള സൗകര്യങ്ങളൊക്കെയാണ് സാധാരണഗതിയിലുള്ളത്. അപ്പോൾ സമ്മർ ആകുമ്പോൾ നല്ല ചൂടാണ് പുറത്ത്. പക്ഷേ എങ്കിൽ നമ്മൾക്ക് അത്രമാത്രമൊന്നും ചൂട് നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ അകത്ത് കയറിയാൽ അത്രയും ബുദ്ധിമുട്ടില്ല. പക്ഷേ എങ്കിലും നല്ല ചൂടാണ്. ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് വരുന്നവർക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. ബട്ട് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല. വിൻ്റർ ആകുമ്പോൾ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ എക്സ്ട്രീം വിൻ്റർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഈ മാസങ്ങളിലൊക്കെ വരുന്ന ആളുകൾക്ക് കുവൈറ്റിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു സമയമാണ് ശരിക്കും കുവൈറ്റിൽ ഇപ്പോഴുള്ളത്. പിന്നെ നിങ്ങൾക്ക് വന്ന് 2 o'clock നിങ്ങൾക്ക് തന്നിരിക്കുന്ന അക്കോമഡേഷനിലേക്ക് തിരിച്ചു പോകുന്നു. പിന്നെ നിങ്ങൾക്ക് ഫുഡ് ഒരു പക്ഷേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരുന്നവരുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വീണ്ടും നമ്മൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ബ്രേക്ക് ടൈം ഉണ്ട്. അപ്പോൾ കഴിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. അതൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട. ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് നമുക്ക് കഴിക്കാം. കുറേ പരിചിതമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ, എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലിയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പലരും വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യുകയും അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി ഒരിക്കലും നിങ്ങൾക്കൊരു ബർഡനായി മാറാതിരിക്കട്ടെ. അത് ഡിപ്പെൻസ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചാണ് നിങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാരം എന്ത് ഉണ്ട് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ചിലർക്ക് ലൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടാം, ചിലർക്ക് വളരെ ടഫായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടാം. അതൊക്കെ നമ്മളുടെ ഓരോ ഇതനുസരിച്ചിരിക്കും എന്ന് മാത്രമേ എനിക്കിപ്പോൾ ഈ സമയത്ത് പറയാൻ പറ്റുള്ളൂ. ഇനി ഈവനിങ് ഡ്യൂട്ടി ഉള്ള ആളുകൾ വീട്ടിൽ നിന്നും ഏകദേശം 1 മണി അല്ലെങ്കിൽ 1:15 ആകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഉദ്ദേശിച്ചത് പുറത്ത് താമസിക്കുന്നവർക്കാണ്. അല്ലാത്തവർക്ക് അവരുടെ ഹോസ്റ്റലിൽ അക്കോമഡേഷനിൽ എപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ വരുന്നു ആ സമയത്ത് 2 o'clock വരുന്നു, ഡ്യൂട്ടിയിൽ എൻഡോഴ്സ്മെൻറ്റ് എടുക്കുന്നു. 10 മണി വരെ ആണ് നമ്മൾക്ക് ടൈമിംഗ് ഉള്ളത്. 10 മണിക്ക് എൻഡോഴ്സ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് വീട്ടിലേക്ക് യാത്രയാകാം. ഏകദേശം 11 മണിയോടുകൂടെ തന്നെയാണ് മിക്കവാറും ആളുകൾ, അല്ലെങ്കിൽ 10:45 എങ്കിലാവും വീട്ടിലെത്തുമ്പോൾ. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുന്ന ആളുകൾക്ക് നമുക്കറിയാം അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസൊക്കെ ഉണ്ട്. നൈറ്റ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മണിക്കാണെങ്കിൽ നമ്മളൊരു 9 മണിക്കെങ്കിലും 9:15 നമ്മൾ താമസിക്കുന്ന സ്ഥലം അനുസരിച്ച് നമുക്ക് പുറപ്പെടണം. പിന്നെ രാവിലെ 7 മണി വരെയാണ്. അപ്പോൾ പല കാര്യങ്ങളും ഇപ്പം നൈറ്റ് ഡ്യൂട്ടിയിൽ മാത്രം ചെയ്യുന്ന ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ പേഷ്യൻ്റ് കെയറൊക്കെ ആണെങ്കിലും കൂടുതലൊക്കെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട്. ചില ഹോസ്പിറ്റലിൽ അത് മോർണിംഗിലാണ് ചെയ്യുന്നത്. അപ്പോൾ പല ഹോസ്പിറ്റലിനും പല പോളിസീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരുപാട് പേര് വരുന്നുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി മനസ്സിൽ ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരിക്കും. ഞങ്ങളുടെ ജോലി ഒത്തിരി ഹെവി ആയിരിക്കുമോ, എങ്ങനെയായിരിക്കും, അങ്ങനെയൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തുക. നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടുള്ളൊരു ജോലി തന്നെയാണ്, അതിനൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒരുപാട് ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ജോലിയാണ്. പക്ഷേ അതിനൊക്കെ ഓവർകം ചെയ്യാൻ ദൈവം എല്ലാവരെയും സഹായിക്കും. ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ഒരു ദിവസത്തെ റുട്ടീൻ കടന്നു പോകുന്നതിന് ശേഷം നമ്മൾക്ക് വീക്ക്ലി ഒരു ഓഫ് കിട്ടും. നൈറ്റ് ഡ്യൂട്ടി കഴിയുകയാണെങ്കിൽ നൈറ്റ് ഓഫും പിന്നെ ഒരു സ്ലീപ്പിംഗ് ഡേ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ഓഫും കൂടെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾക്കുണ്ട്. ഇനി അല്ലാതെ ആളുകൾക്ക് ഓവർ ടൈം ചെയ്യുന്ന ആളുകളുണ്ട്. അവർ മിക്കവാറും ഹോസ്പിറ്റലിൽ 2 to 6 കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ വാർഡിലൊക്കെ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ഈവനിങ് ഡ്യൂട്ടി, അതായത് 6 PM to 10 PM കഴിഞ്ഞ് പിന്നെ നൈറ്റ് ഡ്യൂട്ടിക്ക് കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളുണ്ട്.
അങ്ങനെ ഒരു 7 അവേഴ്സിൻ്റെയും 8 അവേഴ്സിൻ്റെയും ഒക്കെ ഒരു ഷിഫ്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഇത്രയും അവേഴ്സ് ഉള്ളതുകൊണ്ട് റെസ്റ്റ് ഓഫ് ദി ടൈം നമുക്ക് ഫാമിലിയുടെ കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ കാര്യങ്ങളുടെ ഒരു ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.